ഞങ്ങൾ ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ അവൻ്റെ മൂത്തോക്കിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അതിനാണോ നിങ്ങൾ 5 നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് 1 രൂപയാണെങ്കിലും സഹായിച്ചവരെ ഞങ്ങൾ എന്നും ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ മരണം വരെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോടുള്ള തേട്ടം കൊണ്ട് മാത്രമാണ് അവന്. ആ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കരഞ്ഞ് യാചിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നമ്മളെ തളർത്തി, പരാതിയല്ല ഈ പറയുന്നത്, വിഷമമാണ് പറയുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇവൻ മുന്നോട്ട് ഇങ്ങനെ നമ്മൾ ഫാബീന്ന് വിളിക്കുമ്പോൾ മറ്റേത് ഇങ്ങനെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന കുട്ടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഇപ്പം നല്ല സന്തോഷത്തിലാണ്. കാരണം നമ്മളെ കുട്ടി, ഞങ്ങൾ ഓരോ ദിവസം നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ, അവന് മോനേന്ന് വിളിക്കുമ്പോൾ പോലും ഒരു റെസ്പോണ്ടും ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. വെറും വെന്റിലേറ്റർ നീര് വെച്ച് വീർത്ത്. ഇതൊക്കെ ഞാൻ എല്ലാവരും വിളിച്ചവരോട് പറയും, നിങ്ങൾ വീട്ടിലേക്ക് പോരി, ഞങ്ങൾക്ക് വീട്ടിൽ ഇതെല്ലാ തെളിവുകളും എൻ്റെ വീട്ടിലിരിക്കും. ആർക്കും സ്വാഗതമാണ്. എല്ലാവർക്കും സ്വാഗതം വേണമെങ്കിൽ എല്ലാവർക്കും വരാം എൻ്റെ വീട്ടിലേക്ക്. ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ ഈ ഫോണിലൂടെ ഈ കണക്കൊക്കെ ഇട്ട് കൊടുക്കുക? എനിക്കറിയില്ല. അത് ഈ ഫോണിലൂടെ വിളിക്കുന്നവർക്കൊക്കെ ഫോണിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും PDF ഇട്ട് കൊടുക്കാനും എങ്ങനെ എനിക്കത് അറിയില്ല. ഇതിൽ തെറ്റുകൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അതിൽ ശരിയാണെങ്കിലും നിങ്ങൾക്കത് ബോധ്യമായി നിങ്ങൾ പോസ്റ്റ് ചെയ്തോളി, വീഡിയോ ഇട്ടോളി. 4.5 കൊല്ലത്തിൻ്റെ മേലെ ട്രീറ്റ്മെൻറ്റ്, ആ ഒരു കുട്ടറെ കണക്കിട്ട് കൊടുക്കാൻ ഫോണിലൂടെ കഴിയില്ല. അപ്പോൾ അതാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ പോരി. അത് ഈ മോന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ വാടകയ്ക്ക് തന്നെ ഇരിക്കുന്നത്, അന്നും ഇന്നും അതെ. നമ്മൾ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു മോന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ 4.5 കൊല്ലമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിതം തന്നെ മാറ്റിച്ചിരിക്കുക. അവന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖമാണുള്ളത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സുഖമില്ല. ഞങ്ങളെ സുഖമാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ വന്ന് കണ്ടില്ലേ അവനെ? നമസ്കാരം. പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ ഫാബിസ് മോൻ്റെ ചികിത്സക്കായി പിരിച്ചെടുത്തത് 2,80,00,000 രൂപയോളമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അതിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഈ കുട്ടി ഇന്ന് ഇവിടെ അഡ്മിറ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാനുള്ളത്, വലിയ രീതിയിലേക്ക് ഇവർ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ കുടുംബത്തെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പണം എന്ത് ചെയ്തു എന്നുള്ള വിമർശനമാണ് വരുന്നത്. നമ്മൾ നേരിട്ട് മുസ്തഫയ്ക്ക് തന്നെയാണ് നമ്മളോട് മുന്നിലുള്ളത്. അപ്പോൾ മുസ്തഫിനോട് തന്നെ ചോദിക്കാം, നമുക്ക് എന്താണ് ഈ പണം ചെയ്തത്, എത്രത്തോളം ചികിത്സക്കായി എന്നുള്ളത് നമുക്ക് ചോദിക്കാനുണ്ട്. മുസ്തഫ, ഇത്ര രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുടുംബത്തെ വലിയ രീതിയിലേക്ക് ആക്രമിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ആ പണം ചെയ്തത്? മോൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ചിലവാക്കിയിട്ടുള്ളത് ഇതുവരെ. അതുമല്ല, നിങ്ങൾ പറഞ്ഞത് 2,80,00,000 രൂപ വന്നത് ഞങ്ങൾ കുറേ കയ്യിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. വാടകയ്ക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. 10-15 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റു. എൻ്റെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട് കയറ്റാൻ, അത് വിറ്റു. എൻ്റെ കുടുംബക്കാരും പെങ്ങന്മാർ പോലെ അനിയും വീട്ടുകാർ തന്ന പൈസകൾ ഇതൊക്കെ 3 കോടിക്ക് മുകളിലാണ്. 3 കോടിക്ക് മുകളിലാണ് ചിലവായിട്ടുള്ളത്. അത് ഈ മോന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ വാടകയ്ക്ക് തന്നെ ഇരിക്കുന്നത്, അന്നും ഇന്നും അതെ. നമ്മൾ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു മോന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മോനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മാറ്റങ്ങളുണ്ട് കേട്ടോ മോനെ, ഒരുപാട് മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ശരിക്കും? അവന് ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്ന് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും, അമൃത ഹോസ്പിറ്റലിൽ നിന്നും ബ്രെയിൻ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ മണിപ്പാൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ബ്രെയിന് കാണിക്കുന്നത്. ഇപ്പോൾ ബ്രെയിന് വർക്ക് ചെയ്യുന്നുണ്ട്. അവന് ഞങ്ങളെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. അവന് എല്ലാ വാശി, ദേഷ്യം എല്ലാം ഉണ്ട് അവനിപ്പോൾ. അവനുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലമുണ്ട്. കാരണം എന്താ വെച്ചാൽ മോർഫിൻ എന്ന് പറഞ്ഞ 3 നേരം മോർഫിൻ പറഞ്ഞ ഗുളിക, ഡ്രഗാണ് ഡോക്ടർമാരുടെ അതിൽ. ആ ഗുളിക കൊടുത്തിട്ടാണ് കുട്ടീനെ കെടുത്തിയത്. ഇപ്പോൾ ഒരു നേരം പോലും നമ്മൾ ഡ്രഗ് കൊടുത്തിട്ടൊന്നും അവന് കൊടുക്കുന്ന ആവശ്യമില്ല. നോർമൽ കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റി അവനുണ്ട്. ഒന്നുണ്ട്, സംസാരിക്കാൻ കഴിയില്ല. തൊണ്ടയിൽ ടെക്യോസ്മി നമ്മൾ എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. അതൊരു ജീവൻ്റെ ഒരിതാണ്. ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ തന്നെ വന്നിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി നോക്കി, നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മൂക്കിലെ ട്യൂബ്, വയറ്റിലേക്ക് ട്യൂബ് ഇടണം എന്ന് അമൃത പറഞ്ഞു, ആസ്റ്റർ പറഞ്ഞു, റീനെ മെഡിസിറ്റിയുടെ ഡോക്ടർ പറഞ്ഞു, മണിപ്പാൽ ഹോസ്പിറ്റൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും കണ്ട് അവന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ശരീരത്തിൽ അവൻ്റെ കട്ട് ചെയ്യാനും കീറാനും തുറക്കാനും ഇനി ഞങ്ങൾ വായക്കോടെ തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ അതിനൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. അവനെ ഇപ്പോൾ വായക്കോടെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ മാത്രം ട്യൂബിൽ കൂടെ 2,80,00,000 രൂപയോളം പിരിച്ചെടുത്തതിൻ്റെ ഒരു ചോദ്യങ്ങളാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ശരിക്കും തേടേണ്ടതുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാം. ഉത്തരം തേടേണ്ടതുണ്ട്. കാര്യം ജനങ്ങൾ തന്ന പൈസയാണ്.
ഫാബിസ് മോൻ്റെ ചികിത്സക്കായി തന്ന പൈസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മേലെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശരിക്കും കുടുംബപരമായി ദൂർത്തടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്താണ് ശരിക്കും അതിനുള്ള സത്യാവസ്ഥ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാൻ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ കണക്ക് വേണം, എനിക്കിതിൻ്റെ കണക്ക് വേണം, ഇതിൻ്റെ ഇത് വേണം, ചിലവായതിൻ്റെ കണക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോരും, കണക്കൊക്കെ കാണിച്ചു തരാം. കാരണം ഒരു ലിവർ മാറ്റിവെച്ചോ കിഡ്നി മാറ്റിവെച്ചോ ഒരു കുട്ടിയല്ല, ഒരു ഹോസ്പിറ്റൽ ബില്ല് എന്നാൽ ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഈ കുട്ടൻ ഇങ്ങനെ വീട്ടിലും ഈ സജ്ജീകരണങ്ങളും ഈ മെറ്റീരിയലും 3-3.5 ലക്ഷം റുപ്യ മുകളിൽ വേണം എനിക്ക് മെറ്റീരിയൽ, ഈ ഹോസ്പിറ്റൽ മെറ്റീരിയൽ. അത് ഹോസ്പിറ്റലിൽ കൊടുത്ത് അഡ്മിറ്റ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അത് 7-8 രൂപയോളം മാസം മടക്കെടുക്കും. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുകയാണ്. വെന്റിലേറ്റർ ഒക്കെ ഈ പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. വെന്റിലേറ്റർ ഈ മെഷീനൊക്കെ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരാറുണ്ട്, അത് വേറെ മേടിക്കാറുണ്ട്. അതൊക്കെ വേറെ. മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ വേറെ. ഇതെല്ലാം തന്നെ നോക്കി വരുന്ന മെറ്റീരിയലും മറ്റുള്ള സാധനങ്ങളുടെ വിലയാണ് ഇതൊക്കെ ഞാൻ എല്ലാവരും വിളിച്ചവരോട് പറയും, നിങ്ങൾ വീട്ടിലേക്ക് പോരി, ഞങ്ങൾക്ക് വീട്ടിൽ ഇതെല്ലാ തെളിവുകളും എൻ്റെ വീട്ടിലിരിക്കും. ആർക്കും സ്വാഗതമാണ്, എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം വേണമെങ്കിൽ എല്ലാവർക്കും വരാം എൻ്റെ വീട്ടിലേക്ക്. എല്ലാവർക്കും എല്ലാ കണക്കുകളും ഞാൻ കാണിച്ചു. എന്നിട്ട് അവരോട് പറയും, എന്നാ നിങ്ങൾക്ക് ബോധ്യമായത് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളി, ഞാൻ ചെയ്തത് ഏതെങ്കിലും തെറ്റുകൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അതിൽ ശരിയാണെങ്കിലും നിങ്ങൾക്കത് ബോധ്യമായത് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളി, വീഡിയോ ഇട്ടോളി. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ആൾ ജീവിക്കുന്നത്, ഇങ്ങനെയാണ് ആഡംബരം, അല്ല ഇങ്ങനെയാണ്, അല്ല ആളെ കാര്യം ഇങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്, ആ ഒരു കുട്ടീനായിട്ട് ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. വിഷമമില്ല അങ്ങനെ പറയുമ്പോൾ, ഇത് വിഷമാണ്. ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ ഈ ഫോണിലൂടെ ഈ കണക്കൊക്കെ ഇട്ട് കൊടുക്കുക? എനിക്കറിയില്ല. അത് ഈ ഫോണിലൂടെ വിളിക്കുന്നവർക്കൊക്കെ ഫോണിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും PDF ഇട്ട് കൊടുക്കാനും എങ്ങനെ എനിക്കത് അറിയില്ല. എനിക്ക് കഴിയും. ഇത്ര പൈസ വന്നു എന്നുണ്ടെങ്കിൽ ഒരാൾ ഫിറോസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഇത്ര പൈസ വന്നു, പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ര പൈസ വന്നു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ഇത്ര ലക്ഷം വന്നിട്ടുണ്ടെന്ന്. അതെനിക്ക് കഴിയാറുണ്ടായിരുന്നു. ഈ 4-4.5 കൊല്ലത്തിൻ്റെ മേലെ ട്രീറ്റ്മെൻറ്റ്, ആ ഒരു കുട്ടറെ കണക്കിട്ട് കൊടുക്കാൻ ഫോണിലൂടെ കഴിയില്ല. അപ്പോൾ അതാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ പോരി, എല്ലാവരും വീട്ടിലേക്ക് പോരി, ഞങ്ങൾ കണക്ക് തരാം, അതിനെല്ലാം കണക്ക് തരാം. കാരണം എന്താ വെച്ചിട്ടാ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ടാക്സ് വരും, മറ്റുള്ളവർ വരും, അതിനും ബോധ്യപ്പെടുത്തണ്ടേ? ഇവരിത് പറഞ്ഞു പോണ്, ഇതൊക്കെ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ, അപ്പോൾ ഞാൻ കണക്ക് കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ കണക്ക് എൻ്റെ അടുത്ത് വേണ്ടേ? ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുള്ളതൊക്കെ തന്നെ മോൻ്റെ കാര്യങ്ങൾ. ഒരു വെന്റിലേറ്റർ ഉണ്ട്, 2 മോണിറ്റർ ഉണ്ട്, ഇങ്ങനെ കുറേ മിഷനറികളും ജനറേറ്ററുകളും ഇൻവെർട്ടറുകളും. കാരണം കറണ്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. രാപാലില്ലാതെ നമ്മൾ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊരു ആഡംബരമായിട്ട്. പിന്നെ അവനെ കൊണ്ടുപോകുന്ന വണ്ടിയിലാണ്, അതൊരു ആഡംബരമായിട്ട് കാണിച്ചാൽ എനിക്ക് നിവൃത്തിയില്ല. പിന്നെ പൈസ കഴിയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ എല്ലാ റംസാനും വന്ന് വീഡിയോ ഇടുന്ന ഒരാളാണ് എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ റംസാനിലൊന്നും ഞാനൊന്നും എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് എടുത്ത് ചിലവാക്കിയിട്ട് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മറ്റുള്ളവരുമില്ല. എനിക്കൊരു കുടുംബമുണ്ട്, വലിയ മക്കളൊക്കെ ഉണ്ട്, 2-3 വലിയ മക്കളൊക്കെ ഉണ്ട്, അവർക്കൊരു ജീവിതമൊക്കെ ഉള്ളതല്ലേ. ഇതൊരു വിഷമമുള്ള കാര്യമാണ്. ഇങ്ങനെ മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ വിഷമം വളരെ വിഷമം എന്ന് പറഞ്ഞാൽ വീണ്ടും വൈഫ് ഇങ്ങനെ എപ്പോഴും പറയും, നമുക്ക് ഇനി ഒരാളെ മുന്നിൽ ഇനിയൊരാളെ മുന്നിൽ കൈ നീട്ടരുത്. ഇല്ലടി, നമുക്ക് നമ്മളെ മോനെ അതിൻ്റെ ആവശ്യം വരില്ല, നമ്മൾ ഇതാട്ടോ. പക്ഷേ പടച്ചോൻ കനിഞ്ഞു എന്നല്ല പറയാം. പക്ഷേ കനിഞ്ഞതിൻ്റെ ഒരു തെളിവാണല്ലോ ഇപ്പോൾ അവൻ്റെ ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നേടിയെന്ന് ജനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ എന്താ നേടിയത്? ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരു കുട്ടീനായിട്ട് ഇങ്ങനെ നടന്ന് രാപ്പാലില്ലാതെ ഇങ്ങനെ, പെരുന്നാളില്ല, നോമ്പില്ല, ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. ഒരു ഫംഗ്ഷന് പോകാറില്ല, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാറില്ല, ഒരു 4 ആൾ കൂടുന്നിടത്തേക്ക് പോകാറില്ല. ഞങ്ങൾ 4-4.5 കൊല്ലമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിതം തന്നെ മാറ്റിച്ചിരിക്കുക അവന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എന്ത് സുഖമാണുള്ളത് ഞങ്ങൾക്ക് ജീവിതത്തിൽ? ഒരു സുഖമില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ സുഖമാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ വന്ന് കണ്ടില്ലേ അവനെ കരയുന്നത് കണ്ടില്ലേ? രാത്രി നല്ല കരച്ചിലാ, രാത്രി ഉറങ്ങില്ല അവൻ. രാത്രി ഞങ്ങൾ എടുത്ത് നടക്കും. സ്വാഭാവികമായിട്ട് ജനങ്ങൾ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, നമുക്ക് പലപ്പോഴും കണക്കുകളൊക്കെ ശരിക്കും ചോദിക്കല്. അപ്പോൾ അതിന് കൃത്യമായ രീതിയിലേക്ക് ഒരു മറുപടി എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് വരാം അല്ലേ? ആർക്ക് വേണം, അത് വലിയൊരു സ്വീകാര്യമായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിന്
കണക്കുകൾ അയച്ചു തരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചിലപ്പം ആർക്കും കഴിയാത്തൊരവസ്ഥയാണ്. പല ആളുകളും വിളിക്കുക, കണക്ക് ചോദിക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് വരാം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് ഒരു സ്വീകാര്യമായ സംഭവം തന്നെയാണ്. ഒരു കുടുംബസ്ഥനാണ് ഇദ്ദേഹം, അതുകൂടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കൊണ്ടുവരാൻ കാരണം പല ആളുകളൊക്കെ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. എന്ത് സുഖമാണ് ഞങ്ങൾക്ക് ഉള്ളത്. 4-4.5 വർഷത്തിന് മേലായാലോ ഞങ്ങൾക്കൊരു എന്ത് സുഖം ഞങ്ങൾക്കുള്ളത്. അല്ല, ഞങ്ങളൊന്നും ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഞങ്ങൾക്കിപ്പോൾ. ഞങ്ങളൊന്ന് ഉറങ്ങിയാൽ മതി, ഞങ്ങളെ പ്രശ്നം തീരും. ഒരൊറ്റ രാത്രി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. ഈ 4 വർഷത്തിൽ ഒരു രാത്രി പോലും ഞങ്ങൾ ഫുള്ളായിട്ട് ഒരാൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ അവൻ്റെ മൂത്തോക്കിയിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അതിനാണോ നിങ്ങൾ? എന്തായാലും ആ ഒരു രീതിയിലേക്കുള്ള ഒരു സംഭവം എന്തായാലും ചിന്തിക്കാൻ പാടില്ല. അത്രയേറെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒരു 7 വയസ്സ് വരെ അവൻ്റെ തലക്കമ്പാത്ത് വെന്റിലേറ്റർ ഉണ്ടാവണം എന്നാണ്. ഫസ്റ്റ് ജനിച്ച മുതൽ ഫുള്ള് വെന്റിലേറ്റർ കിടന്നെന്ന് മോനാണ്. പടിപടിയായിട്ട് അവന് വെന്റിലേറ്റർ നിറക്കി. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ വെന്റിലേറ്റർ കൊടുക്കുന്നത്. അവന് 7 വയസ്സ് വരെ തലക്കമ്പത്ത്. ഈ ട്രെക്കിയോസ്റ്റമിയാണ് നമുക്കൊരു അത്രയ്ക്കും റിക്കവറി ആയി. ശരിക്കും ഒരുപാട് റിക്കവറി ആയി. കാരണം ഇപ്പം ആവശ്യം വരുമ്പോൾ 2 ദിവസം വെന്റിലേറ്റർ കൊടുക്കും, 3 ദിവസം വെന്റിലേറ്റർ കൊടുക്കും. ഒരു 7 വയസ്സ് വരെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അവൻ നല്ല രീതിയിലേക്ക് അവന് നല്ല ഫിസിയോ കൊടുത്തു, നല്ല സ്പീച്ച് തെറാപ്പി കൊടുത്തു. അവനെ നമ്മൾ ജീവിതത്തിലേക്ക് നടത്തിയിട്ട് അവനെ എണീപ്പിച്ച് നടത്തിയിട്ട് നിങ്ങളൊന്ന് വരണം, ഇതൊന്ന് ലൈവ് ഇടാൻ, അവന് നടക്കുന്നത് കാണാൻ. ഞങ്ങൾ തീർച്ചയായും വരും. അതൊന്നും നടക്കുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതേപോലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവനുണ്ടാവും, എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, പക്ഷെ അവൻ വരും. ഇത്ത പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ വന്നപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ച സമയത്ത് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്ന അവരുടെ ട്രീറ്റ്മെന്റിൽ നിന്ന് ഒന്ന് പറയാമോ? അത് അവനൊരു അമേരിക്കൻ മെത്തേഡാണ് അവൻ ഇതുവരെ അമൃതയിലും ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിലേക്ക് വരില്ല. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അമേരിക്കൻ മെത്തേഡ് എന്ന് വെച്ചാൽ നിന്ന് പോയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു മെഡിസിൻ വെച്ച് 24 hours ഒരു വളരെ ചെറിയൊരു ml അളവിലുള്ളത് 24 hours വെച്ച് പോയിൻ്റായിട്ട് കയറ്റിയിട്ട് തിരിച്ചു വന്നൊരു കുട്ടിയാണ്. അത് ചിലപ്പം വിജയിക്കും, ചിലപ്പോൾ ഫെയിലാവും. അതായത് ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടിയും തരാതെ ചെയ്തൊരു സംഭവം. ലക്ഷങ്ങളൊക്കെ അതിൻ്റെ വില, ആ ഒരു മെഡിസിൻ്റെ വില. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് തവണ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള മോനത്. ഡോക്ടർമാർ എത്രയോ 3 തവണ ലാസ്റ്റ് നേരം വെളുപ്പിക്കില്ല, ഓക്സിജൻ ഡൗണായി, വെന്റിലേറ്റർ കൊടുത്തു, ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്റർ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടും കയറി വരുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോടുള്ള തേട്ടം കൊണ്ട് മാത്രമാണ് അവന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഡോക്ടർമാരുടെ കഴിവും. അവന് റബ്ബ് അയസിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങളും കൂടെയുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് വീട്ടിലേക്ക് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹം പറയുകയാണ്, നിങ്ങളെ വിളിക്കുകയാണ് വീട്ടിലേക്ക് എന്ന് പറയുകയാണ്. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കുന്നത് ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു വിവരം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ കഷ്ടപ്പാടും കാശിൻ്റെ എത്ര ബുദ്ധിമുട്ടിട്ട് നമുക്ക് ഒരാളോട് ഒരു രൂപ പോലും നമുക്ക് തരുമോയെന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ആ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കരഞ്ഞ് യാചിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നമ്മളെ തളർത്തി എവിടെ എത്താത്തൊരു സ്ഥിതിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മൾ വളരെ തളർന്നു പോവുക. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. കാരണം നമ്മളെ കുട്ടി, ഞങ്ങൾ ഓരോ ദിവസം നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ, അവന് മോനേന്ന് വിളിക്കുമ്പോൾ പോലും ഒരു റെസ്പോണ്ടും ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. വെറും വെന്റിലേറ്റർ നീര് വെച്ച് വീർത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നടുവൊക്കെ കടഞ്ഞ് അത്രയും ബുദ്ധിമുട്ട്. വലിയ ചെയറൊക്കെ വാങ്ങി അതിനകത്ത് പില്ലോ വെച്ച് അഡ്ജസ്റ്റ്, മടിയിൽ പില്ലോ വെച്ച് വെന്റിലേറ്റർ വെച്ച് ഇങ്ങനെ കിടന്ന് മാസങ്ങളോളം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് 4 മാസം അമൃതയിൽ ഇരുന്നിട്ടുണ്ട്. പരാതിയല്ല ഈ പറയുന്നത്, വിഷമമാണ് പറയുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നമ്മൾ ഫാബിന്ന് വിളിക്കുമ്പോൾ മറ്റേത് ഇങ്ങനെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന കുട്ടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഇപ്പം
അതേപോലെ ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനും ഉണ്ട് എന്ന് അവൻ്റെ ഭാഷ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും. സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അവന് വേണമെന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിയും, വേണ്ടാന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിയും. ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പം. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഈ ഊണുറക്കില്ലാണ്ട് അവന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുമ്പോൾ നമുക്കതിന് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ സന്തോഷം അതൊരു മാതാപിതാക്കൾക്ക് മാത്രമേ അതിന്, വേറെ ഈ പുറത്തുനിന്ന് പരിഹസിക്കുന്നവർക്ക്. തീർച്ചയായും നിങ്ങൾക്ക് പണം തന്ന് സഹായിച്ച ആളുകളൊക്കെ ശരിക്കും അവൻ തിരിച്ചു വരണം എന്നുള്ള കണ്ടീഷനിലേക്ക് അവൻ നന്നായിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും അവരോട് ഈ അവസരത്തിൽ ഞങ്ങളുടെ ദുആയിൽ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 5 നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് 1 രൂപയാണെങ്കിലും സഹായിച്ചവരെ ഞങ്ങൾ എന്നും ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ മരണം വരെ ഇവൻ ബെറ്റർ. പിന്നെ ആദ്യം ഞങ്ങളുടെ അടുത്ത് ഇവന് അമൃതയിലത്തെ ഡോക്ടർ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, വെന്റിലേറ്റർ ലൈഫ് ലോങ് ഇവന് വെന്റിലേറ്റർ വേണ്ടി വരും, നിങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള മക്കൾ ഇവനെ നോക്കിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെ വരെ പറഞ്ഞിട്ട് പോലും ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനെ കൈ നീട്ടിട്ട് ഇവർ പറഞ്ഞു ഇങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ നോക്കും, പിന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളിത് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ മുതലാത്. 5 വയസ്സായി, അതായത് 10 മാസം സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച മുതലാത്. നിങ്ങൾ ഏകദേശം 4-4.5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലേ? അവൻ 6ാം മാസത്തിലാണ് കാർഡിയാക് അറസ്റ്റ് വരുന്നത്. ഓക്സിജൻ ഡൗൺ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 10ാമത്തെ ദിവസം കാർഡിയാക് അറസ്റ്റ് വന്നു. അത് 2 തവണ എടപ്പാൾ ഹോസ്പിറ്റലിൽ വെച്ച് വന്നു. എന്നിട്ട് കോമാ സ്റ്റേജിൽ പോയി, രക്ഷപ്പെടില്ല, ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോന്ന് പറയാൻ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് നേരം വെളുത്തപ്പോൾ സാറ് ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു ചെറുവിരൽ അനക്കി കിട്ടിയാൽ നിങ്ങൾക്ക് അമൃതയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണോ അവൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ ആകുമ്പോഴത്തേനും അവനൊരു ഈ ചെറിയ വിരൽ ഇങ്ങനെ ജസ്റ്റ് അനങ്ങി. അപ്പോൾ തന്നെ ഇവരെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയൊരു പ്രതീക്ഷയുണ്ട്, നമുക്കിപ്പോൾ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ വരുമ്പോൾ 0-യിലാവൻ. അത് ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ അമൃതയത്തെ ഡോക്ടർ പറഞ്ഞത്, 0-യിലാണവൻ, നമുക്ക് ശ്രമിക്കാം, ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും ഈ ഇതുവരെ എത്തിയിരിക്കുന്നു അല്ലേ? വലിയ രീതിയിലേക്കുള്ള പ്രതീക്ഷകളുണ്ട്. വെന്റിലേറ്റർ ഞങ്ങൾ മാറ്റിയില്ല, പൂർണ്ണമായിട്ട് മതി. ഇപ്പൊ അസുഖങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം നമുക്ക് കണക്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയേറെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്, എനിക്ക് ഇവരെ തെറി പറയരുത് എന്ന് പറയാനറിയില്ല, കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നല്ലേ എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. കാര്യം സോഷ്യൽ മീഡിയയോടെ എന്ത് വേണമെങ്കിലും പറയാൻ ആളുകൾക്ക് അവകാശമുണ്ട്. ഞാൻ പറയരുത് എന്ന് പറയുന്നില്ല, ഇത് മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ കൂടെ തന്നെയാണ് ഈ കുട്ടിയെ തിരിച്ച് റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ അത് വലിയ രീതിയിലേക്ക് മോശമാകുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മിംസിൻ്റെ കോമ്പൗണ്ടിലാണ്. ഇപ്പോഴും കുട്ടി ഇവിടെ ആശുപത്രിയിൽ തന്നെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.